Hello, good morning students. Today we discussed about the continuation of the chapter quadrilaterals. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്വാഡ്രിലാറ്ററൽസിൻ്റെ കുറച്ചു ബേസിക് ആയിട്ട് അതിനകത്ത് വരുന്ന തിയറംസ് പഠിച്ചു. അതിനകത്ത് നമ്മൾ ക്വാഡ്രിലാറ്ററൽ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചു. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരലലോഗ്രത്തിൻ്റെ 1-2 പ്രോപ്പർട്ടീസാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എക്സസൈസ് 8.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദി ബോർഡ്. ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻ. If the diagonals of a parallelogram are equal, then it is a rectangle. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇഫ് എന്ന് പറഞ്ഞാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആണെങ്കിൽ എന്നാണ് നമ്മുടെ മീനിങ് പറയുന്നത്. ശരിയല്ലേ? എന്താ പറയുന്നത്? ഇഫ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്കിൽ എന്നുള്ള മീനിങ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം, ഒരു പാരലലോഗ്രത്തിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ, അപ്പോൾ ഈക്വൽ ആണെങ്കിൽ എന്നുള്ള കണ്ടീഷനാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആണെന്ന്, ഈക്വൽ ആണെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഒരു പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് തെളിയിക്കണം? ദെൻ ഇറ്റ് ഈസ് റെക്റ്റാങ്കിൾ. ആ പാരലലോഗ്രാം ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് അവസാനം നമുക്ക് കിട്ടണം. അപ്പോൾ റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റെപ്പിലായിരിക്കണം നമ്മുടെ പ്രൂഫ് അവസാനിക്കേണ്ടത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, നമുക്ക് ഫിഗർ വേണം. എന്തായാലും ഫിഗർ ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു പ്രൂഫ് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം. അപ്പോൾ നമുക്കൊരു പാരലലോഗ്രാം വരയ്ക്കാം അല്ലേ? പാരലലോഗ്രാം, ഞാനിവിടെ ഒരു പാരലലോഗ്രാം വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് എ പാരലലോഗ്രാം ABCD. ABCD. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പാരലലോഗ്രത്തിന് ഡയഗണൽസ്, ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. അപ്പോൾ ഡയഗണൽസ് നമുക്ക് വരയ്ക്കാണ്ട് പറ്റില്ല. കണ്ടോ? ഡ്രോ എ ഡയഗണൽ AC ആൻഡ് BD. ഓക്കെ, ഈ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ വി നീഡ് ടു ഷോ ദാറ്റ് ദിസ് പാരലലോഗ്രാം ABCD ഈസ് എ റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കോൺഗ്രുവൻസിയിലൂടെയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കോൺഗ്രുവൻസി ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ട്രയാങ്കിൾ എന്തായാലും വേണം അല്ലേ? അപ്പോൾ ഈ ഫിഗറിനകത്ത് ഞാൻ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾസ് ഇതൊക്കെയാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ദിസ് വൺ, ട്രയാങ്കിൾ ADB. ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. പ്രൂഫാണല്ലോ, പ്രൂഫ്. അപ്പോൾ എന്താണ് ആദ്യം കൺസിഡർ ചെയ്യണം നമ്മൾ അല്ലേ? ഇൻ ട്രയാങ്കിൾ ADB ആൻഡ് അടുത്ത ട്രയാങ്കിൾ ഏതെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് വേറൊരു ഷെയ്ഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ആ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം യു ഷുഡ് ഡ്രോ ലൈക്ക് ദിസ്. ഇതേപോലെ മാറ്റി വേറെ ഏതെങ്കിലും ഡിസൈൻ കൊടുത്ത് വരച്ചാലും മതി. എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ADB ആൻഡ് ട്രയാങ്കിൾ ABC. ഇതാണ് അതർ സെക്കൻഡ് ട്രയാങ്കിൾ. അതായത് ഇൻ ട്രയാങ്കിൾ ADB ആൻഡ് ട്രയാങ്കിൾ ABC. ഈ 2 ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ട്രയാങ്കിളിനകത്തെ ഏതൊക്കെ ആംഗിളാണ് ഈക്വൽ ആകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സൈഡുകളാണ് ഈക്വൽ, അതനുസരിച്ചാണ് ഇതിൻ്റെ ഏത് കോൺഗ്രുവൻസി ആണെന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ഈ 2 സൈഡുകളൊക്കെ കണ്ടല്ലോ, നോക്കി. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ADB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡാണ് AD, ശരിയല്ലേ? ദെൻ BC ഈസ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ABC. ഈ AD ഈക്വൽ ടു BC നമുക്ക് എഴുതാൻ സാധിക്കില്ലേ? AD ഈക്വൽ ടു BC എന്ന് എഴുതാം. എന്താണ് നമുക്ക് റീസൺ നോക്കാം. AD ഈക്വൽ ടു BC. ഈ ADയും BCയും ഈ പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകളല്ലേ? നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡുകളല്ലേ? AD എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സൈഡ്, BC എന്ന് പറയുന്നത് സെക്കൻഡ് ട്രയാങ്കിളിന്റെ സൈഡ്. ഇവർ രണ്ടുപേരും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം എങ്ങനെയുള്ളതാണ്? ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റീസൺ നമുക്ക് എന്തെന്ന് എഴുതണം? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. കേട്ടോ, പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് നമ്മൾ റീസൺ എഴുതി. ഇത് ഈ ഒരു വെർട്ടെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ് കിട്ടി നമുക്ക്. ഇനി അടുത്ത് ശ്രദ്ധിക്കുക. ഈ 2 ട്രയാങ്കിളിനും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കിക്കേ. ADBക്ക് AB എന്ന് പറഞ്ഞ സൈഡുണ്ട്, ACBക്ക് AB എന്ന് പറഞ്ഞ സൈഡുണ്ട്. അപ്പോൾ കോമൺ സൈഡ് ആരാ ഉള്ളത്? AB.
അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? എ ബി ഈക്വൽ ടു എ ബി കോമൺ സൈഡാണ്. ഓക്കെ, കോമൺ സൈഡ്. ഇനി അപ്പോൾ രണ്ട് സൈഡായേ. ഇനി നോക്കിക്കേ, ഏതെങ്കിലും ഉണ്ടോ നോക്കിക്കേ, ആംഗിളോ ഈക്വലോ എന്തെങ്കിലും ഈക്വൽ ആയിട്ടുള്ളോ നോക്കിക്കേ. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് പാരലോഗ്രത്തിന് ഡയഗണൽസ് ഈക്വൽ ആണെന്ന്. ഡയഗണൽസ് ആരൊക്കെയാണ്? വിച്ച് ആർ ദ ഡയഗണൽസ്? എ സി ആൻഡ് ബി ഡി. ഈ എ സി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത് എ ബി സിയുടെ ഒരു സൈഡ് അല്ലേ? ദെൻ ബി ഡി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത് എ ഡി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ? അപ്പൊ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? എ സി ഈക്വൽ ടു ബി ഡി ആണ്. എ സി ഈക്വൽ ടു ബി ഡി അല്ലേ? അപ്പൊ ഇതിന്റെ റീസൺ ആയിട്ട് നമ്മൾ എന്താ എഴുതുക? അതവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ് ഡയഗണൽസ് ഈക്വൽ ആണ്. നമ്മൾ നോക്കിയപ്പോൾ ഈ ഡയഗണൽസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളാണ്. സോ വി ക്യാൻ റൈറ്റ് വാട്ട് ഗിവൺ. അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാ, അതുകൊണ്ടാണ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത്. ഗിവൺ എ സി ഈക്വൽ ടു ബി ഡി. അപ്പൊ നമ്മുടെ കോൺഗ്രുവൻസിക്ക് 3 കാര്യങ്ങൾ മതിയേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഉണ്ടോ? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് സെക്കൻഡ് ട്രയാങ്കിളിന്റെ 3 സൈഡ്സിനോട് ഈക്വൽ ആയി. അപ്പൊ നമ്മൾ ഏത് കോൺഗ്രുവൻസിയാണ് നമ്മുടെ SSS കോൺഗ്രുവൻസി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദി 3 sides ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി 3 sides ഓഫ് അനദർ ട്രയാങ്കിൾ, വി ക്യാൻ സേ that 2 triangles are congruent by SSS അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Therefore these 2 triangles, that is triangle ADB, is congruent to triangle ABC. By which congruency? By SSS congruency. By SSS congruency. Okay. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് നോക്കാം. ഇനി ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കോൺഗ്രുവൻസി തെളിയിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ CPCT എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് എഴുതുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പോൾ CPCT എഴുതണമെന്നുണ്ടെങ്കിൽ കോൺഗ്രുവൻ്റ് ആ തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെ റിമൈനിങ് പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് സൈഡ് ആവാം, ആംഗിൾ ആവാം, കറസ്പോണ്ടിങ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈഡുകൾ അല്ലെങ്കിൽ ആംഗിൾ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച്, ഞാനിവിടെ എടുക്കാൻ പോകുന്ന നോക്കിക്കുക, ഈ ആംഗിളാണ് ആംഗിൾ DAB. ദിസ് ആംഗിൾ, ഈ ആംഗിൾ DAB എന്ന് പറയുന്നത് ഏത് ട്രയാങ്കിളിന്റെ ആംഗിളാണ്? ADB എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ആംഗിളാണ് അല്ലേ? ദെൻ ദിസ് വൺ, ഈ ട്രയാങ്കിൾ, ഈ ആംഗിൾ ABC എന്ന് പറയുന്ന ആംഗിൾ അല്ലേ? ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 2 ആംഗിളുകളും കറസ്പോണ്ടിങ് ആംഗിൾസാണ്. നമ്മൾ കോൺഗ്രുവൻ്റ് ആണ് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ 2 ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അവർ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എങ്ങനെയുള്ളതാണ്? ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതാണ് CPCT എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് വാട്ട് ദെൻ എങ്ങനെ എഴുതാം? ആംഗിൾ DAB ഈക്വൽ ടു ആംഗിൾ ABC ബൈ CPCT. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതി. നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. എന്താ? വി നീഡ് ടു ഷോ ദാറ്റ് ദിസ് പാരലലോഗ്രാം ഈസ് എ റെക്റ്റാങ്കിൾ. ഇത് റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ CPCT വരെ എഴുതി അല്ലേ? ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച്, ഇനി നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് എ പെയർ ഓഫ് പാരലൽ ലൈൻസിനെ നമുക്കറിയാം, എ പെയർ ഓഫ് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ഉണ്ടാകുന്നുണ്ട്, പെയർ ഓഫ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ഉണ്ടാകുന്നുണ്ട്, കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രൂഫ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പാരലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, ഈക്വൽ ആണെന്നൊക്കെ ഉള്ള നമുക്ക് ബേസിക് പ്രോപ്പർട്ടീസ് നമുക്കറിയാം. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ശ്രദ്ധിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്. AD പാരലൽ ടു BC ആണ്. അത് നമുക്ക് ഒരു ഡൗട്ടും ഇല്ല അല്ലേ? AD പാരലൽ ടു BC ആണ്. ആൻഡ് AB ഈസ് ദ ട്രാൻസ്വേഴ്സൽ. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? നൗ വി ടേക്ക് എന്നും പറഞ്ഞ് എഴുതണം. നമ്മളിനി എടുക്കാൻ പോകുന്നത് നൗ വി ടേക്ക് AD പാരലൽ ടു BC ആൻഡ് AB ഈസ് ദ ട്രാൻസ്വേഴ്സൽ. ഏതാണെന്ന് മനസ്സിലായോ? പാരലലും ട്രാൻസ്വേഴ്സലും എടുക്കുന്നത് ഇവിടെ വരച്ച് കാണിച്ചു തരണ്ടേ. ഇത് AD,
ഇത് ബി സി, ട്രാൻസ്വേഴ്സലായിട്ട് ഇയാളെയാണ് എടുക്കുന്നത്. എ ബി എന്ന് പറഞ്ഞ ട്രാൻസ്വേഴ്സൽ തന്നെ. ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. കണ്ടോ? അപ്പോൾ നോക്കിക്കേ, എ പെയർ ഓഫ് പാരലൽ ലൈൻസ് ഒരു ട്രാൻസ്വേഴ്സിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾസിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതായത് ഇവർ രണ്ടുപേരും, ഈ രണ്ടുപേരാണ് ഞാൻ മാറ്റി വരച്ചിരിക്കുന്നത്. ഈ രണ്ടുപേരും ആരാണ് നോക്കിക്കേ? ഈ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് പാരലൽ ലൈൻസിന്റെ അകത്തായിട്ടാണ് കിടക്കുന്നത് അല്ലേ? ഇന്റീരിയർ ആംഗിൾ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ദി ഗിവൺ പാരലൽ ലൈൻസ്. ഇന്റീരിയറും ആണ് ഈ ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിൽ ഇവർ കിടക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആംഗിൾസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? അവർ കോയിൻറ്റീരിയർ ആയിരിക്കും. ശരിയല്ലേ? കോയിൻറ്റീരിയറിന്റെ വേറൊരു വേർഡ് എന്താ? അലൈഡ് എന്ന് നമ്മൾ പറയും. ശരിയല്ലേ? അപ്പം ഈ എയും ബി എന്ന് പറഞ്ഞ ഈ ആംഗിൾ, അതായത് ഡി എ ബി എന്ന് പറയുന്ന ഈ ആംഗിളെയും എ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ബി എന്ന് പറയുന്ന ആംഗിളും ഇവിടെ ആരാ? കോയിൻറ്റീരിയർ ആംഗിൾസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഡി പാരലൽ ടു ബി സി, എ ബി ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്താ? കോയിൻറ്റീരിയർ ആംഗിൾസ് ആ. കോയിൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? when we add two angles we get the sum is 180 degree. that angles, ആ ആംഗിൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? that angles are called കോംപ്ലിമെന്ററി ആംഗിൾസ്. അവരെ കോംപ്ലിമെന്ററി എന്നാണ് വിളിക്കുന്നത് നമ്മൾ. ഒന്നൊന്നിന് കോംപ്ലിമെന്റ് ആയിരിക്കും, സോറി സപ്ലിമെന്ററി ആയിരിക്കും. രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുവാണെങ്കിൽ അവർ സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയും കോയിൻറ്റീരിയർ ആണ്, ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഒരു കാര്യം പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റ് സി പി സി ടി എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് കണ്ടോ? അതായത് ഡി എ ബി എന്ന് പറയുന്നത്, ഡി എ ബി എന്ന് പറഞ്ഞ ഈ ആംഗിളും എ ബി സി എന്ന് പറഞ്ഞ ഈ ആംഗിളും ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് നമ്മൾ സി പി സി ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഈ ഒരു ഈക്വൽ ടു, അതായത് ഈ ബൈ സി പി സി ടി റീസൺ വെച്ച് എഴുതിയ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇവിടുത്തെ, അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 കൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ആക്ച്വലി ഡി എ ബി എന്ന് പറഞ്ഞ ആംഗിൾ ആരാ? ഈ എ തന്നെ. കണ്ടോ? ഈ എ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ആര് തന്നെയാ? ഈ ബി തന്നെയാണ്. നടുക്ക് ആ ബി അല്ലേ വന്നിരിക്കുന്നത്. അതിന്റെ ഫുൾ നെയിം ഞാൻ കൊടുത്തിരിക്കുന്നതാണ് ഡി എ ബി എന്നും എ ബി സി എന്നും. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോകുന്നത് ആംഗിൾ എ ബി സിക്ക് പകരം ഇൻസ്റ്റെഡ് ഓഫ് ആംഗിൾ എ ബി സി വി ക്യാൻ റൈറ്റ് ആംഗിൾ ഡി എ ബി. എ ബി സിക്ക് പകരം എന്തെന്ന് കൊടുക്കാം? ഡി എ ബി എന്ന് കൊടുക്കാം. കാരണം ഇവർ തമ്മിൽ എന്താ? തുല്യം. ഇവർ രണ്ടുപേരും എന്താ? ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എ അതേപോലെ തന്നെ എഴുതി, ഈ ആംഗിൾ ബിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ആംഗിൾ ബി ആരോട് തുല്യവാ? എയോട് തുല്യവാ. അപ്പൊ അതുകൊണ്ട് ബിക്ക് വരെ ഇൻസ്റ്റെഡ് ഓഫ് ആംഗിൾ ബി വി ക്യാൻ റൈറ്റ് ആംഗിൾ എ. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്കറിയാം ബാക്കി ചെയ്യാനായിട്ട് എന്താ? ആംഗിൾ എ പ്ലസ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈംസ് ആംഗിൾ എ വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? ആംഗിൾ എ ഈക്വൽ ടു 180, ഈ ഇൻറ്റു 2 ഈക്വൽ ടു അങ്ങേ പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. what is the half of an angle 180 degree? We know that is 90 degree, right? അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഈ ഫിഗറിനകത്ത് ആംഗിൾ എ എന്ന് പറയുന്ന ആള് എങ്ങനെ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി. ഗുഡ്. അപ്പോൾ ആംഗിൾ എ എന്ന് പറഞ്ഞ എന്താണ്? 90 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി പറയാൻ പോകുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കാം. ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി എത്ര തന്നെ ആയിരിക്കും? 90 ഡിഗ്രിയാ. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? നമുക്ക് എങ്ങനെ, ഹൗ ക്യാൻ വി സേ ദാറ്റ് ആംഗിൾ ബി ഈസ് ഓൾസോ 90 ഡിഗ്രി? ആംഗിൾ ബി എങ്ങനെ 90 ഡിഗ്രി എന്ന് പറയാൻ പറ്റും? വലിയ കാര്യമൊന്നുമല്ല. നോക്കിയേ, ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ എ 90 ആണെങ്കിൽ ആംഗിൾ ബി എത്രയായിരിക്കും? 180ൽ നിന്ന് തന്നിരിക്കുന്ന ഒരു ആംഗിൾ അങ്ങ് മൈനസ് ചെയ്താൽ മതി അല്ലേ? 90 പ്ലസ് 90 180. ശരിയല്ലേ? ആംഗിൾ എ 90 ഡിഗ്രി ആണെങ്കിൽ സിമിലർലി വി ക്യാൻ റൈറ്റ് ആംഗിൾ ബി ഈസ് ഓൾസോ 90 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മുടെ ഫിഗറിനകത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഫിഗറിൽ നോക്കിക്കേ, ആംഗിൾ എ 90 ഡിഗ്രി എന്ന് കിട്ടി, ആംഗിൾ ബി 90 ഡിഗ്രി. രണ്ട് ആംഗിളും 90 ഡിഗ്രി വീതമാണ് നമുക്ക് കിട്ടി. ശരിയല്ലേ? ഇനിയും നമുക്ക് പാരലലോഗ്രത്തിന്റെ ഒരു തിയറത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഇൻ എ പാരലലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഒരു പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയുള്ളതായിരിക്കും? ഈക്വൽ ആയിരിക്കും.
അപ്പോൾ ഈ ഫിഗറിലെ ഈ ഒരു പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സി, ശരിയല്ലേ? ആംഗിൾ എ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആംഗിൾ സി എത്ര തന്നെയായിരിക്കും? 90 ആയിരിക്കും. അവർ രണ്ടുപേരും ഓപ്പോസിറ്റാ. ആംഗിൾ ബി 90 ഡിഗ്രി ആണെന്ന് വി ഓൾറെഡി പ്രൂവ് ദാറ്റ്. സോ ആംഗിൾ ഡി ഈസ് ഓൾസോ 90 ഡിഗ്രി. അപ്പോൾ 4 ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമുക്കിവിടെ എഴുതി വെക്കണം. എങ്ങനെ എഴുതണം? ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമ്മൾ എഴുതി, ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതണം? നമുക്ക് ഇവിടെ നോക്കിക്കേ, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ്, അത് 90 ഡിഗ്രിയായി. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ ഡി എന്ന് പറയുന്നത്, രണ്ടും 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഇവർക്ക് റീസൺ എന്താ എഴുതുക? ഇവർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ റീസൺ കൊണ്ടാന്ന് എഴുതണം. എങ്ങനെ എഴുതണം? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം. പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൊണ്ട് ആംഗിൾസ് എങ്ങനെയുള്ളതാണ്? ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് എഴുതിയത്. ആംഗിൾ എ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സിയും 90 ഡിഗ്രിയാണ്. ആംഗിൾ ബി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡിയും 90 ഡിഗ്രിയാണ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഫിഗറിലെ ഈ 4 ആംഗിൾസുകളും എങ്ങനെയുള്ളതാണെന്ന് കിട്ടി? ആംഗിൾ എ 90 ഡിഗ്രി, ആംഗിൾ ബി 90 ഡിഗ്രി, ആംഗിൾ സി 90 ഡിഗ്രി, ആംഗിൾ ഡി 90 ഡിഗ്രി. 4 ആംഗിളും 90 ഡിഗ്രി ആവുകയാണെങ്കിൽ ഈ ഒരു പാരലലോഗ്രാം ആരായിരിക്കും? നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. വി ക്യാൻ സേ ദാറ്റ് ദിസ് പാരലലോഗ്രാം ഈസ് എ റെക്ടാങ്കിൾ. അപ്പോൾ അവസാനം നമ്മൾ എന്തെന്ന് എഴുതണം? therefore this parallelogram is a rectangle. Got it? മനസ്സിലായില്ലേ? വെരി സിമ്പിൾ ആയിട്ടൊരു പ്രൂഫ് അല്ലേ? ഓക്കെ, വി മൂവ് ടു ദ നെക്സ്റ്റ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നോട്ട് എക്സസൈസ് 8.1 6th ക്വസ്റ്റ്യൻ ആണേ, നമ്മുടെ ഈ വീഡിയോയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ എ പാരലലോഗ്രാം ABCD 2 points P and Q are taken on the diagonal BD such that S എന്ന് എഴുതി 2 കുത്ത് അതിൻ്റെ അടിയിൽ ഇടുവാണെങ്കിൽ വായിക്കുന്ന എങ്ങനെയാണ്? such that എന്ന എങ്ങനെയായിട്ടുള്ളത്? such that DP equal to BQ show that all these four. അപ്പോൾ ഫിഗർ ഇതാണ്. ഫിഗർ നന്നായിട്ട് അനലൈസ് ചെയ്യുക. അപ്പം ഫിഗറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഫിഗറിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു പാരലലോഗ്രാം. അപ്പോൾ പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ പാരലലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പാരലലോഗ്രത്തിൻ്റെ ഒരു ഡയഗണലാണ് ആര്? BD എന്ന് പറയുന്നത്. ഈ BD എന്ന് പറയുന്ന ഡയഗണലിലുള്ള 2 പോയിന്റുകളാണ്. 2 points ഓൺ ദിസ് ഡയഗണൽ ആർ P ആൻഡ് Q. P കണ്ടോ? അത് ഇവിടെ P എഴുതിയിട്ടുണ്ട് ഇവിടെ. P ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്, ഇത് Q എന്ന് പറയുന്ന പോയിന്റ്. ഈ BDയിലുള്ള 2 പോയിന്റുകളാണ് P യും Q യും. എങ്ങനെയുള്ള പോയിന്റുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് DP ഈക്വൽ ടു BQ എന്ന് പറഞ്ഞ മീനിങ് എന്താ? D മുതൽ P വരെയുള്ള ഡിസ്റ്റൻസും B മുതൽ Q വരെയുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? DP ഈക്വൽ ടു BQ. Then show that first one, triangle APD is congruent to triangle CQB. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ 2 ട്രയാങ്കിൾ ആണ് കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് എന്താണ് ആ 2 ട്രയാങ്കിളിൽ നമ്മളങ്ങ് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? ഇൻ ട്രയാങ്കിൾ APD ആൻഡ് ട്രയാങ്കിൾ CQB, ആ 2 ട്രയാങ്കിളുകൾ മാത്രം കൺസിഡർ ചെയ്യാം. ഏതൊക്കെ ട്രയാങ്കിളാണെന്ന് മനസ്സിലായോ? ഏതാണ്? BQC എന്ന് പറഞ്ഞത് ഈ അകത്തത്തെ ആംഗിൾ, ഈ അകത്തത്തെ ട്രയാങ്കിൾ ഉണ്ടാവും. BQC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളും മുകളിലത്തെ APD എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 2 ഞാൻ ടിക്ക് ഇടണ്ടേ, ഈ 2 ട്രയാങ്കിൾസുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കുകയും ഈ 2 ട്രയാങ്കിളിലെ ആംഗിൾ സൈഡെല്ലാം നോക്കി BQ, ഈ ട്രയാങ്കിളിൻ്റെ സൈഡാണ് BQ. ഈ മുകളിലത്തെ ട്രയാങ്കിളിൻ്റെ സൈഡാണ് PD എന്ന് പറയുന്നത്, PD അല്ലേ? BQ ഈക്വൽ ടു PD എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എവിടെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാൻ പറ്റും? DP ഈക്വൽ ടു BQ ആണ്, അവർ തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദ റീസൺ ഗിവൺ. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കേ, ഇത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വെറും ഒരു ക്വാഡ്രിലാറ്ററൽ അല്ല. എന്താ? ദിസ് ഇസ് എ പാരലലോഗ്രാം അല്ല, പാരലലോഗ്രാമാണ്. അപ്പോൾ നോക്കിക്കേ, AD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ സൈഡും BC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ സൈഡും ഈ പാരലലോഗ്രത്തിന്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡുകൾ. സോ വി ക്യാൻ റൈറ്റ് AD ഈക്വൽ ടു BC എന്ന് എഴുതാം. AD ഈക്വൽ ടു BC ആണ്. അപ്പോൾ റീസൺ എന്തെന്ന് എഴുതണം? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ
ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. കണ്ടോ, ഇവർ രണ്ടുപേരും ആരാണ്? പാരലലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളാണ്. അപ്പോൾ രണ്ട് സൈഡ് ആയേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ ആരെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നോക്കിക്കേ, ഈ ഒരു ആംഗിളിൻ്റെ 1 എന്ന് എഴുതി, ഇവിടുത്തെ ഈ ഒരു ആംഗിളിൻ്റെ 2 എന്ന് എഴുതി, ദെൻ 3 and 4. നമുക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടിയാണ് 1, 2, 3, 4 എന്ന ആംഗിൾസിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ശ്രദ്ധിച്ചേ, ഇവിടെ നോക്കിക്കേ, ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ലേ? ഇനി 1ഉം 2ഉം എങ്ങനെ എവിടെയാണ് കിടക്കുന്നത് നോക്കുക, ലൈ ചെയ്യുന്നത് നോക്കുക. അതിങ്ങനെയാണ്, ശ്രദ്ധിക്കുക. നമ്മുടെ പാരലൽ ലൈനയിൽ ട്രാൻസ്വേഴ്സൽ ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ, അതായത് ഇവിടെ 1, ഇത് 2 ആയിട്ടാണ് കിടക്കുന്നത്. ഈ രണ്ട് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അവർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. അവരാരാണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. അപ്പം നമുക്ക് ഫിഗറിനകത്ത് നോക്കിക്കേ, ഈ ആംഗിൾ ആക്ച്വലി ഈ 1 എന്ന് പറയുന്ന ആംഗിൾ ആരാണ്? CBQ ആണ്. നമ്മുടെ ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിളാണ് ഈ 1 എന്ന് പറയുന്നത്, അല്ലേ? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ്. ഇവർ രണ്ടുപേരും ആരാണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആണ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആണ്. ഈ ആംഗിള് CBQ എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ ആംഗിളാണ്. അതാണ് നമ്മൾ 1 എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ദെൻ APD എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ് ഈ 2 എന്ന് കൊടുത്തിരിക്കുന്നത്. അവർ രണ്ടുപേരും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആണ്. അപ്പോൾ റീസൺ എന്തെന്ന് എഴുതിയാൽ മതി, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 3 ആയാലും നോക്കിയേ, 2 സൈഡ് ഉണ്ട്, ഒരു ആംഗിളും ഉണ്ട്. ഇനി ഫിഗറിൽ ഒന്നുകൂടെ പോയി നോക്കണം, ഏതൊക്കെ സൈഡ് ആയിരുന്നു നോക്കണം. നോക്കിക്കേ, ഈ സൈഡ് നമ്മൾ എടുത്തു, ഇല്ലേ? ഈ സൈഡ് എടുത്തു. ഈ 2 സൈഡും ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളാണ് വന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം, ഏത് ബൈ വിച്ച് കോൺഗ്രുവൻസി? SAS. ഇവിടെയും അതേപോലെ തന്നെ ഈ PD എന്ന് പറയുന്ന സൈഡ്, AD എന്ന് പറയുന്ന സൈഡ്, അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ 2. അപ്പം നമുക്ക് എങ്ങനെ ഏത് കോൺഗ്രുവൻസി ആണെന്ന് എഴുതാം? Therefore, triangle APD is congruent to triangle CQB. ഉണ്ടോ? By SAS. അപ്പോൾ SAS കോൺഗ്രുവൻസി വെച്ചിട്ട് നമുക്ക് ഈ നമ്മൾ എടുത്തിരിക്കുന്ന കൺസിഡർ ചെയ്യുന്ന APDയും CQBയും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ചു. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ, രണ്ടാമത്തേത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, വി നീഡ് ടു ഷോ ദാറ്റ് AP ഈക്വൽ ടു CQ. ഫിഗറിൽ പോയി നോക്കുക, APയും CQയും ആരൊക്കെയാണെന്ന് നോക്കാം. AP എന്ന് പറഞ്ഞു നോക്കി, ഇതാണ് AP, അല്ലേ? ഇതാണ് CQ. ഈ AP എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുത്ത APDയുടെ ഒരു സൈഡാണ്. അതേപോലെ CQ എന്ന് പറയുന്നത് BQCയുടെ ഒരു സൈഡ്. അപ്പോൾ നമ്മൾ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ CPCT കറസ്പോണ്ടിങ് പാർട്ടല്ലേ, കറസ്പോണ്ടിങ് സൈഡല്ലേ? അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും. എന്താ? AP ഈക്വൽ ടു CQ ബൈ CPCT. കോൺഗ്രുവൻസി തെളിയിക്കാതെ CPCT എഴുതാനായിട്ട് പറ്റില്ല. കാരണം എന്താ? CPCTയുടെ മീനിങ് എന്താ? കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് എ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. കോൺഗ്രുവൻ്റ് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് പാർട്ട്, ഇവിടെ പാർട്ട് എന്ന് പറഞ്ഞാൽ ആരാ? സൈഡാ. അവർ ഈക്വലാ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ നമ്മൾ പ്രൂവ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് തേർഡ് വൺ കോൺഗ്രുവൻസിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, തേർഡ് വൺ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. AQB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഏതാ? ഈ ട്രയാങ്കിൾ ഞാൻ ടിക്കറ്റ് കാണിക്കാം. AQB എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ. അടുത്ത CPD എന്ന് പറഞ്ഞ ഈ സൈഡിൽ കിടക്കുന്ന ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവർ നോക്കിയേ, AB ഈക്വൽ ടു CD. ഈ AB എന്ന് പറയുന്ന സൈഡ് CDയോട് ഈക്വൽ ആണ്. കാരണം എന്താ? പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകളാണ് അവർ. സോ ഗിവൺ നമ്മൾ എഴുതി. ഇനി എന്താ? ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിളായി ആംഗിൾ 3. ഈ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളാണ് 4. അവർ രണ്ടുപേരും ഈ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ അല്ലേ? ഏത് പാരലൽ, ഏത് ട്രാൻസ്വേഴ്സൽ? AB പാരലൽ ടു CD ആൻഡ് BD ഈസ് ദ ട്രാൻസ്വേഴ്സൽ. അങ്ങനെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആണ് ആംഗിൾ 3യും ആംഗിൾ 4യും. സോ വി ക്യാൻ റൈറ്റ് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. We can write down the just reason, that is alternate interior angle. Then BQ ഈക്വൽ ടു DP ആണ്. നമ്മൾ കൺസിഡർ ചെയ്ത് ഈ ട്രയാങ്കിളിന്റെ സൈഡ് തന്നെയാണ് ആര്? BQ. ഈ ട്രയാങ്കിളിന്റെ സൈഡാണ് ആര്? PD. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് PD ഈക്വൽ ടു BQ ആണെന്ന്. കാരണം അവർ രണ്ടുപേരും ആരാ? P and Q are the points on the diagonal BD such that BD ഈക്വൽ ടു PQ എന്നാണ്. അപ്പം BQ ഈക്വൽ ടു PD നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡുകളാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള 3 കാര്യങ്ങളാണ്. നോക്കിക്കേ, സൈഡ്, ആംഗിൾ, സൈഡ്. ബൈ വിച്ച് കോൺഗ്രുവൻസി? ബൈ SAS കോൺഗ്രുവൻസി we can write triangle AQB is congruent to triangle CPD. ഇനി കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ചതിന് ശേഷം ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ
രണ്ട് റിമൈനിങ് ആയിട്ട് വരുന്ന സൈഡുകളാണ്. നോക്കിക്കേ, ഇത് എ ക്യു ഞാൻ എടുക്കുക. അതെ, എ ക്യു എന്ന് പറഞ്ഞ സൈഡ് കണ്ടോ. ദെൻ എ ക്യു ഈക്വൽ ടു സി പി എന്ന് എനിക്ക് എഴുതാം. ഈ ട്രയാങ്കിളിന്റെ ഒരു കറസ്പോണ്ടിങ് പാർട്ടാണ്, ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. കറസ്പോണ്ടിങ് പാർട്ട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. കോൺഗ്രുവൻസി തെളിച്ചതിന് ശേഷം ബാക്കി കറസ്പോണ്ടിങ് പാർട്ടുകളെല്ലാം ഈക്വലാണ്. അപ്പോൾ അവരുടെ ഒരു പെയർ ഓഫ് കറസ്പോണ്ടിങ് ആണ് ആര്, എ ക്യൂവും സി പിയും. സോ വി ക്യാൻ റൈറ്റ് എ ക്യു ഈക്വൽ ടു സി പി ബൈ സി പി സി ടി. ഓക്കെ, ഇനിയും ഈ എ ക്യു ഈക്വൽ ടു സി പി എന്നുള്ളത് നമ്മൾ ഈ തേർഡ് വൺ പ്രൂവ് ചെയ്തപ്പോൾ കിട്ടിയ ആളാണ്. അതുകൊണ്ട് ഞാൻ ഇയാളെ ക്യാപിറ്റൽ എ ഇട്ടൊന്ന് റെപ്രസെന്റ് ചെയ്യാൻ പോകും ഈ ഒരു ഇക്വേഷൻ, എ ക്യു ഈക്വൽ ടു സി പി. ഓക്കെ, നമ്മൾ ഈ സെക്കൻഡ് പ്രൂഫിൽ സെക്കൻഡ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യം എന്താ, എ പി ഈക്വൽ ടു സി ക്യു നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തില്ലേ. എ പി ഈക്വൽ ടു സി ക്യു എന്ന് ഞാൻ അയാളെ ആ ഇക്വേഷനെ ഞാൻ ബി എന്നിട്ട് വിളിക്കുക. ഓക്കെ, ഇനി എയും ബിയും ഒന്നുകൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുന്നു. നമുക്കൊന്ന് ഫിഗറിൽ പോയി നോക്കാം. ഈ എയും ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്, എ ക്യു ഈക്വൽ ടു സി പി. എ ക്യു നോക്കിക്കേ, എ ക്യു കണ്ടോ, എ ക്യു ഈക്വൽ ടു സി പി എന്ന് കിട്ടി. ദെൻ എ പി ഈക്വൽ ടു സി ക്യു എന്നും കിട്ടി ഇല്ലേ. എന്തെന്ന് കിട്ടി, എ പി ഈക്വൽ ടു സി ക്യു എന്ന് കിട്ടി. എ പി എന്ത് ചെയ്യും, എ പി ഈക്വൽ ടു സി ക്യു എന്ന് കിട്ടി. നമ്മൾ ഈ എക്കകത്തും ബിക്കകത്തും കിടക്കുന്ന സൈഡുകൾ ഏത് ഫിഗറിനകത്തെയാണ് നോക്കിക്കേ. എ പി, ഈ പാരലോഗ്രത്തിനകത്തൊരു ഫിഗർ കിടക്കുന്നുണ്ടോ, അവരുടെ സൈഡുകളാണ് ഇവർ കണ്ടോ, എ പി സി ക്യു എന്ന് പറയുന്നത്. അതായത് എ ക്യുവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് സി പി, അവർ രണ്ടുപേരുമാണ് ഈക്വൽ. ഇനി എ പി എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ക്യു സി, അവരാണ് ഈക്വൽ ആയത് അല്ലേ. അപ്പോൾ ഇവ ഈ ഇക്വേഷൻ നമ്പർ എയും ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡുകളാണ്. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആവുകയാണെങ്കിൽ ഈ എ പി സി ക്യു എന്ന് പറയുന്ന ആൾ ആരാണ്, പാരലോഗ്രാം ആണ് അല്ലേ, പാരലോഗ്രാം അല്ലേ. അപ്പോൾ നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് എങ്ങനെ എഴുതാം, ഫ്രം ഇക്വേഷൻ അല്ലേ, ഫ്രം ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി, ഈ രണ്ട് ഇക്വേഷനോടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, എ പി സി ക്യു ഈസ് എ പാരലോഗ്രാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയടിക്ക് സ്റ്റെപ്പിൽ എഴുതാൻ പറ്റുന്നത്, ഇവർ രണ്ടുപേരും തുല്യമെന്ന് പറഞ്ഞ് എ ക്യു ഈക്വൽ ടു സി പി നമ്മൾ പ്രൂവ് ചെയ്ത് തന്നപ്പോൾ നമുക്ക് കിട്ടിയതാണ് എ ക്യു ഈക്വൽ ടു സി പി എന്നും എ പി ഈക്വൽ ടു സി ക്യു എന്നും. അവർ ഫിഗറിൽ പോയി നോക്കിയപ്പോൾ അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡുകളാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ ആരായിരിക്കും, ഉറപ്പായിട്ടും പാരലലും ഈക്വലും ആണെങ്കിൽ അവർ രണ്ടുപേരും ആരായിരിക്കും, ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്, പാരലോഗ്രാം ആണ്. അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് എ പി സി ക്യു ഈസ് എ പാരലോഗ്രാം. ഇതാണ് നമുക്ക് ലാസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് കണ്ടോ, എ പി സി ക്യു ഈസ് എ പാരലോഗ്രാം എന്നായിരുന്നു ലാസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും പഠിക്കുക, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.